അൽഗോറ സ്റ്റോറിന്റെ ബ്രാൻഡ് ബിൽഡിംഗ് ആണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വരുന്ന മെയിൻ ഒരു സംഭവമാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ. UK ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ട്രേഡ് മാർക്ക് മുഖ്യമാണ്. അപ്പോൾ ട്രേഡ് മാർക്ക് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മുടെ പേരിനെയും നമ്മുടെ ലോഗിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന പരിപാടിനാണ് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്നത് പറയുന്നത്. എന്നിട്ട് ആദ്യം വേണ്ടത് UK IPO സെർച്ചിൽ കയറിയതിന് ശേഷം നമ്മൾ ഉദ്ദേശിച്ച പേര് സെർച്ച് ചെയ്തിട്ട് വേറെ ആരെങ്കിലും ഈ പേര് എടുത്തിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ക്രോസ് ചെയ്ത് നോക്കണം. നമ്മുടെ ബിസിനസ് ഏത് ക്ലാസ്സിലാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ക്ലാസ് പറഞ്ഞ സ്കൂളിലത്തെ ക്ലാസ് അല്ല, ക്ലാസ് 1 to 35 ഓരോ കാറ്റഗറി. റീറ്റെയിൽ ആണോ, ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണോ, ഫർണിച്ചർ ആണോ, ക്ലോത്ത് ആണോ, ഓരോന്നിനും ക്ലാസ് UK ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. UK GOVയുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിൽ നമ്മുടെ ലോഗയും അതുപോലെ തന്നെ വേർഡ് മാർക്കിങ്, നമ്മുടെ പേരിൽ ആ ലോഗയുടെ എന്തൊക്കെ ടെക്സ്റ്റ് ആണ് വരുന്നത് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ശേഷം അവസാനത്തെ സ്റ്റെപ്പ് ആയിരിക്കും ഓൺലൈൻ പേയ്മെന്റ്. അത് ഗവൺമെന്റ് അതോറിറ്റിക്ക് നമ്മൾ പേ ചെയ്യുന്ന പേയ്മെന്റ് ആണ്. അത് വരുന്നത് £170 ആണ് വരുന്നത്. അതൊരു ക്ലാസ്സിന് വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് വേറെ പ്രൊഡക്ട്സ് നമ്മുടെ അണ്ടറിൽ, നമ്മുടെ ബിസിനസിന്റെ അണ്ടറിൽ വരുത്തണമെങ്കിൽ ഓരോ ക്ലാസ്സിന് £50 വെച്ചിട്ട് എക്സ്ട്രാ നമ്മൾ ഗവൺമെന്റിന് പേ ചെയ്യണം. ഈ ഒരു ഫയലിംഗ് റിവ്യൂ ചെയ്യും, നമ്മുടെ പേര് ക്രോസ് ചെക്ക് ചെയ്യും, എക്സാമിനേഷൻ ചെയ്തതിനു ശേഷം റിപ്പോർട്ട് നമുക്ക് അയക്കും. കൂടുതൽ വീഡിയോകൾ നമ്മുടെ അൽഗോറ സ്റ്റോറിന്റെ അതുപോലെ തന്നെ അൽഗോറ ബ്രാൻഡിന്റെ ഡെവലപ്മെന്റിനോട് കൂടെ ഇങ്ങനത്തെ വീഡിയോകൾ, ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ടായിരിക്കും.